ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഓൾ ഗായ്സ്. അപ്പം ഞാൻ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാൻ വന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ലവ് ബേർഡ്സിൻ്റെ അടുത്താണ്. ഇതാവുമ്പോൾ അവിടെ ഇരുന്ന് നല്ല മോസ്റ്റായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കുഞ്ഞാറ്റി അവിടെ ഇരുന്ന് എഡിറ്റിങ്ങിനൊക്കെ കാണാമല്ലേ. അപ്പോൾ കുഞ്ഞാറ്റി മോസ്റ്റ് കട്ട എഡിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ എന്താന്ന് പറഞ്ഞിട്ടുള്ള ഇത് കണ്ടല്ലേ മോസ്റ്റല്ലേ. ഇതെന്താണെന്നായിരിക്കും നിങ്ങൾ ഓർക്കുന്നതില്ലേ? ഇത് വേറെ ഒന്നുമല്ല. ഞാൻ ശരിക്കും കാണിച്ചു തരാം ഇത് എന്താണെന്നുള്ളത്. അപ്പം എൻ്റെ കൈനകം എന്താ, നമ്മുടെ ഈ വിരൽ കാണിക്കാൻ പറ്റില്ലല്ലോ ഗൈസ്. അപ്പം നമ്മുടെ ഈ കയ്യിലെ നഖം ഇച്ചിരി നീണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പുതിയ നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ടാണ് വന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം മോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഈ കയ്യിലെ നഖം മുഴുവൻ പൊട്ടിപ്പോയി. എന്താ ഈ കയ്യിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ കാര്യം നിങ്ങൾ മൈൻഡാക്കണ്ട. നാച്ചുറൽ നഖമാണെങ്കിൽ എന്ത് ചെയ്യും, ഇടയ്ക്ക് തട്ടവും മുട്ടവും പൊട്ടും ഒക്കെ ചെയ്യും. പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ അയ്യോ പോയല്ലോ എന്ന് ഓർത്തിരുന്നാൽ അവിടെ ഇരിക്കുകയുള്ളൂ. അപ്പം ഇതെന്താന്ന് പറയണ്ടേ, ഞാൻ പറഞ്ഞു തരാട്ടോ. ഗായ്സ്, അപ്പം ഇത് കണ്ടില്ലേ, എൻ്റെ കയ്യിലൊരു ചരട് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഇത് ഇന്നലെ മമ്മേൻ്റെ കയ്യിലെ മൈലാഞ്ചി ആയതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ മോസ്റ്റായിട്ട് അത് പോയിട്ടില്ല. അപ്പോൾ ഇതെന്ന് പറയുമ്പം ഇത് വേറെ ഒന്നുമല്ല. യെസ്റ്റർഡേ നമ്മൾ ഭജനയ്ക്ക് പോയപ്പം എൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ഷോൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷോളിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഷാളായിരുന്നു. അപ്പോൾ ഷാളിൽ ഞാനിങ്ങനെ കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നപ്പം ഒരു നൂല് ജസ്റ്റ് നിലത്തേക്ക് ഡ്രോപ്പായിട്ട് നമ്മുടെ ചെടിയിൽ കൊളുത്തി ഇങ്ങനെ വലിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ട് ഒരു കിലോമീറ്റർ ദൂരത്തിൽ വലിഞ്ഞു കേട്ടോ. അപ്പം ഞാനതെല്ലാവരും കൂടി ചുറ്റിയെടുത്തപ്പോൾ ഇതായിരുന്നു. ഇതൊരു ഗ്രീൻ കളർന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എനിക്ക് കളയാൻ മനസ്സ് വന്നില്ല കേട്ടോ. അപ്പം ഞാനിതാ എൻ്റെ കയ്യിലേക്ക് കെട്ടിയിട്ടുണ്ട്. അതാണ് ഇത് ഗൈസ്. അപ്പം ഇതിൻ്റെ കളർ എനിക്ക് മോസ്റ്റായിട്ട് ഇഷ്ടമായി. എനിക്ക് കളയാൻ തോന്നിയില്ല. നല്ല എംബ്രോയ്ഡറി ആയിട്ടുള്ള നൂലാണ്. എംബ്രോയ്ഡറി ചെയ്യുന്നവർക്കറിയാം എത്രത്തോളം നൂലുകളോടൊക്കെ ക്രേസ് ഉണ്ടാവും എന്നുള്ളത്. അപ്പം നമുക്ക് മോസ്റ്റ് ക്രേസാണ്. നമ്മൾ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് കുറച്ച് ഗ്യാപ്പെല്ലാം വന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതായിരുന്നു ആ നൂല്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ ത്രെഡ് എൻ്റെ കയ്യിലൊരു ചെയിൻ പോലെയാക്കി കെട്ടി. മമ്മ കുഞ്ഞാറ്റൊക്കെ ചോദിച്ചത് എന്താടാന്ന്. എനിക്ക് കളയാൻ മനസ്സ് വന്നില്ല കേട്ടോ. അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എൻ്റെ കയ്യിൽ നിങ്ങളൊരു പാഡ് കാണുന്നുണ്ടോ? ഇതവിടെ ഒരു പാടുണ്ട്. ആ പാട് എനിക്ക് മോസ്റ്റായിട്ട് ചെറുപ്പത്തിൽ കറുപ്പം വന്നതാണ് കേട്ടോ. മേല് മുഴുവൻ ഉണ്ടായിരുന്നു. അപ്പം എക്സിസ്റ്റ് ചെയ്യാൻ, നമ്മൾ ഓർക്കാൻ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പോൾ ഒരു മെമ്മറിയാണ് നമ്മുടെ ഈ പാട്. ഇങ്ങനെ 2 പാടാണ് എൻ്റെ മേത്തുള്ളത്. അപ്പോൾ ഇതാണ് ആ നൂൽ. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? എനിക്കിഷ്ടമായി.